ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബൺ പൊറാട്ടയുടെ റെസിപ്പിയാണ്. അപ്പം നല്ല ബണ്ണ് പോലെയുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു പൊറാട്ട, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. പിന്നെ നമുക്കിത് വീശി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീശി അടിക്കാൻ അറിയാത്തവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൊറാട്ടയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മുട്ട ഞാൻ 2 കപ്പ് മൈദയിലേക്കാണ് ഈ ഒരു മുട്ട എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 4 കപ്പ് എടുക്കുകയാണെങ്കിലും അതിലേക്കും ഒരു മുട്ട തന്നെ മതി കേട്ടോ. 4 കപ്പ് വരെ ഒരു മുട്ട തന്നെ മതി. അതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് പാലൊഴിച്ച് കൊടുക്കാം. നല്ലൊരു സോഫ്റ്റ്നെസ്സും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് 250 ml കപ്പിനാട്ടോ എടുക്കുന്നത്. അതിൻ്റെ 250 ml കപ്പിൽ 2 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ 2 കപ്പ് വെച്ചിട്ട് നമുക്കൊരു 5 ബൺ പൊറാട്ട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ ഇരട്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മൈദമാവ് എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഈ മുട്ടയുടെ മിക്സ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം നമ്മൾ നോക്കിയിട്ട് നമ്മുടെ പൊടിക്കനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഞാനെടുത്ത വെള്ളം എത്രയാണെന്ന് കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ 2 കപ്പ് മൈദയിലേക്ക് ടോട്ടൽ ഇവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് വെള്ളമാണ്. നോർമൽ വാട്ടറാണ് കേട്ടോ, ചുടുവെള്ളം ഒന്നുമല്ല, നോർമൽ വാട്ടറാണ്. അപ്പോൾ അത് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കരുത്, ചിലപ്പോൾ അത്രയും വേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിതാ ഏകദേശം അതിലേക്ക് വെള്ളം കറക്റ്റാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെള്ളം അതിൽ ബാക്കിയുണ്ട് കേട്ടോ. 1/2 കപ്പിൽ ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെള്ളം ബാക്കി ഇരിപ്പുണ്ട്. അത് മുഴുവനായിട്ട് എടുത്തിട്ടില്ല. ഇപ്പോൾ കാരണം നമ്മുടെ ഒരു ബാറ്ററി ഒരു ഒട്ടുന്ന പരുവാണ്. അത് കണ്ട് പേടിക്കൊന്നും വേണ്ട, അത് കണ്ടിട്ട് കുറച്ചുകൂടെ പൊടി ഇട്ട് കൊടുക്കൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു ഒട്ടുന്ന പരുവാണ് നമുക്ക് വേണ്ടത്. എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് അത് എന്താ പറയുക, നല്ല സോഫ്റ്റായിട്ടൊക്കെ കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് തന്നെ സ്ട്രെച്ച് ചെയ്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കണം, എന്നാലേ നല്ല സോഫ്റ്റായിട്ടുള്ള പൊറാട്ട നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ 5-6 മിനിറ്റ് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുത്താൽ അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ആ സെയിം ബൗളിൽ തന്നെ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അത്യാവശ്യം നല്ല ഓയിൽ വേണം, എന്നാലും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ ഒരു ബൗളിൽ എല്ലാ ഭാഗത്തേക്കും ആ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു ഡോ വെച്ച് കൊടുക്കുക. ഇതുപോലെ നല്ല ഉരുട്ടിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഓയിലിൽ ഇങ്ങനെ കിടക്കണം, എന്നാലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. നമുക്ക് എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രത്തോളം ഇത് സോഫ്റ്റായിട്ട് വരും കേട്ടോ. മിനിമം 1 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് ഒരു ക്ലീൻ ഫിലിം വെച്ചിട്ട് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കും. ഇപ്പോൾ ഇതാ ഞാനൊരു 2 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ഇതിൽ വെച്ചതിലാറ് ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഡോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിത് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ കറക്റ്റ് 5 ബോൾസ് ആക്കിയിട്ട്, ഒരേ വലുപ്പത്തിലുള്ള 5 ബോൾസ് ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇതുപോലെ അങ്ങ് എടുത്താൽ മതി. അങ്ങനെ 5 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നന്നായിട്ടൊന്ന് എന്താ പറയുക, ഇത് വീശി അടിക്കാതെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ തന്നെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വേണം നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ കൗണ്ടർ ടോപ്പിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അമർത്തി കൊടുത്താൽ തന്നെ അത് വലിഞ്ഞ് വരും കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കീറിയാലും കുഴപ്പമൊന്നുമില്ല, അതൊന്നും നമ്മുടെ ഈ ഒരു ബൺ പൊറാട്ടയെ ബാധിക്കില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് തന്നെ തുടങ്ങണം കേട്ടോ, എന്നാലും എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടിയിൽ വരുള്ളൂ. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഓയിൽ വല്ലാണ്ട് ഇടയിലൊക്കെ കൊടുക്കുന്നത്. എന്നിട്ട് 2 ഭാഗത്തുനിന്ന് ഇതുപോലെ മടക്കിയിട്ട് ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ റോൾ ചെയ്യുക. എന്നിട്ട് അടിഭാഗത്ത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ള 4ഉം ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക. ഇങ്ങനെ പരത്തിയതിന് ശേഷം ഇങ്ങനെ 2 സൈഡൊന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരിക. ഇതുപോലെ റോൾ ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് അടിഭാഗത്ത് അതങ്ങ് മടക്കി കൊടുക്കുക. ഇതുപോലെ ഉള്ളിലേക്ക് അങ്ങ് മടക്കി കൊടുക്കുക. അടിഭാഗം മാത്രം അങ്ങ് മടക്കി കൊടുത്തിട്ട് മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ ഇതുപോലെ 5ഉം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ പൊറാട്ടയ്ക്ക് വീശിയടിക്കാൻ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വീശിയടിച്ചിട്ടും ചെയ്യാം കേട്ടോ. വീശിയടിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് നമുക്കൊരു 5-10 മിനിറ്റ് വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം എടുത്തിട്ട് ഇതാ ജസ്റ്റ് ഒരു ബണ്ണിൻ്റെ അത്രയും വലുപ്പത്തിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. കൈവച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിട്ടാ. അപ്പോൾ ഇത്രയും മതി. ഈ ഒരു വലുപ്പത്തിൽ വേണം നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഒരു പാന് ചൂടാക്കിയ ശേഷം അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം പിന്നെ ഇത് നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തും കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പുറത്തേക്ക് നല്ല മൊരിഞ്ഞിട്ട് ഉള്ളിലേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറാട്ടയൊക്കെ കിട്ടണം. നിങ്ങൾ നല്ല ഓയിൽ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് നല്ല ക്രിസ്പി ആവുന്ന വരെ ചെറിയ തീയിലിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഇതേപോലെ തന്നെ ഈ ഒരു കളറാവുന്ന വരെ നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്ത് പിന്നെ ഇതിൻ്റെ സൈഡ് പോർഷനും ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കണം. സംഭവം കുക്കായിട്ടുണ്ടാവും, എന്നാലും ആ സൈഡ് പോർഷനും കൂടെ ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിഷ്യൂ അല്ലെങ്കിൽ നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കറക്കി കൊടുക്കുക. ആ ഒരു ഓയിലിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കറക്കി കൊടുക്കുക കേട്ടോ, അതിന് ചുറ്റും ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്ര പണിയുള്ളൂ. നമുക്ക് ബൺ പൊറാട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടിച്ചെടുക്കുന്ന പണിയേ ഉള്ളൂ. അപ്പോൾ ആ ചൂടോട് കൂടെ തന്നെ ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നല്ല ലെയർ പോലെ നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ, നല്ല ലെയർ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അടിച്ചെടുക്കാതെ യൂസ് ചെയ്യരുത്, അപ്പോൾ നമുക്കിങ്ങനെ ലെയറായിട്ട് കിട്ടില്ല. ആ ചൂടോട് കൂടെ തന്നെ പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കുക. നമ്മളിപ്പം സാധാരണ പൊറാട്ടയൊക്കെ അടിച്ചെടുക്കുക 2-3 ഒരുമിച്ച് വെച്ചിട്ടൊക്കെ അല്ല അടിച്ചെടുക്കുക. ഇത് അതിൻ്റെ ആവശ്യമില്ല, ഒറ്റൊന്ന് വെച്ചിട്ട് തന്നെ അടിച്ചെടുക്കുക. അത്യാവശ്യം കട്ടിയുള്ള പൊറാട്ടയല്ലേ, അപ്പോൾ അങ്ങനെ ഒറ്റൊന്ന് വെച്ചിട്ട് തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിതൊരു കാസറോളിലാണ് കേട്ടോ എടുത്ത് വെക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ 5 ബൺ പൊറാട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ FBയിലാണ് കാണണമെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്